ഇനി അനു സിതാരയിലേക്ക് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നതും ഇത്രയധികം ക്യാമറ കണ്ണുകൾ ഇങ്ങോട്ടേക്ക് വന്നതും അനു വന്നതിന് ശേഷമാണ്. അനു, ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് എല്ലാവരോടും? കോഴിക്കോട് മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുക. സ്നേഹം നിറഞ്ഞ കോഴിക്കോട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് വലിയൊരു നമസ്കാരം. അഴകിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹെയർ ഓയിലിൻ്റെ പരസ്യത്തിന് കുറച്ച് മുന്നേയും ആഡും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചെയ്യണില്ല, കാരണം ഞാൻ അങ്ങനെ വേറെ യൂസ് ചെയ്യാറില്ല എന്നാണ് പറയാറ്. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 5-6 മാസം മുന്നേ ആയിരിക്കും ഞാൻ ദുബായിലൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് അഴകി ഹെയർ ഓയിലിൻ്റെ ടീമിൽ നിന്ന് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തു. അപ്പം ഞാൻ വിഷ്ണുവിനോട് ആ സമയത്തും പറഞ്ഞു, ഇല്ല, ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 മാസത്തോളം എനിക്ക് തോന്നുന്നു ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വിഷ്ണുവേട്ടൻ്റെയും ഉമ്മാടെയൊക്കെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് നാട്ടുകാരല്ലേ, പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ട് നേരിട്ട് കാണാനായിട്ട് ഒരു ഫാമിലിയായിട്ട് 2 പേരും കൂടെ വന്നു. മാനുക്കാക്ക പുള്ളിയെ കോൺടാക്ട് ചെയ്ത് പുള്ളിക്ക് വിഷ്ണുവിനെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ നേരിട്ട് എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ വയനാട്ടിലുള്ള വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അങ്ങനെ വന്നിട്ട് അപ്പോഴാണ് എനിക്കൊന്ന് നേരിട്ട് ശരിക്കും കാണുന്നത്. ദുബായിൽ ഒരു തവണ കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നേരിട്ട് വന്നപ്പോൾ ഉമ്മയുണ്ടായിരുന്ന കൂടെ. ഉമ്മയാണ് ഈ ഹെയർ ഓയിലിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഉമ്മാൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഉമ്മ എന്നോട് പറഞ്ഞത്, അതിനൊരു 2-3 മാസം ഞാൻ തരുന്ന ഈ ബോട്ടിലൊന്ന് യൂസ് ചെയ്ത് നോക്ക്, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അനു ഞങ്ങളുടെ പരസ്യത്തിൽ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ കോൺഫിഡൻസ് ആയിട്ട് തോന്നി, അതൊരു വലിയ ചാലഞ്ചായിട്ട് തോന്നി എനിക്ക്, പ്രത്യേകിച്ച് ഉമ്മയുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ ഉമ്മ തന്ന ബോട്ടിൽ ഞാൻ ഒരു 2-3 മാസം യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ആഡ് ചെയ്യാമെന്നുള്ളത് സമ്മതിച്ചത്. എനിക്ക് തോന്നുന്നു ഉമ്മ അന്ന് വീട്ടിൽ വന്ന സമയത്ത് ഈ എണ്ണയുടെ ഒരു സ്റ്റോറി പറയുണ്ടായി. ഉമ്മയുടെ ഉമ്മൂമ്മ അല്ലേ, അവർ വീട്ടിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കൂട്ടാണ് ഈ എണ്ണയ്ക്കുള്ളത്. അപ്പോൾ അതേ കൂട്ടിലാണ് നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ ഇന്ന് ഈ ഓയിൽ എത്താൻ പോണത്. അപ്പം അതിലൊരു മായവും ഒന്നും ഉണ്ടായില്ല എന്നുള്ളതൊരു 100% വിശ്വാസം എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ ദുബായിൽ ഓൾറെഡി ഇതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആളുകൾ വാങ്ങിയിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയ കുറേ റിവ്യൂസ് കണ്ടു. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് ഉണ്ടായത്. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ളവർക്കും കൂടെ ഞാൻ യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ അനിയത്തിക്കൊക്കെ. അവരൊക്കെ നല്ലത് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണലി എനിക്കൊരുപാട് ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ഇന്ന് മുതൽ നമ്മൾ കേരളത്തിലെ എല്ലാവരുടെ കയ്യിലും എത്താൻ പോവുകയാണ്. തലമുടി എല്ലാവർക്കും ഇഷ്ടമല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വാങ്ങാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. അപ്പം ഉമ്മാക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും, ഉമ്മാക്ക് മോനും 2 പേർക്കും ഇനിയും വലിയ രീതിയിൽ വലിയ സക്സസ് ആയിട്ട് മാറട്ടെ ഈ ഒരു പ്രൊഡക്റ്റ്. ഇനി ഒരുപാട് പ്രൊഡക്ട്സ് ഇല്ലേ, ഷാമ്പൂ, ഹെയർ ബട്ടറുണ്ട്, അതിൻ്റെയൊക്കെ ലോഞ്ച് ഉണ്ടാവും അല്ലേ, അതൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക അല്ലേ, നമുക്കിപ്പോൾ അതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ആളുകൾ 2014 സംഭവിച്ചൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു 1.5 വർഷത്തോളം കിടപ്പിൽ അനുവിനൊക്കെ അറിയാം. അതിനുശേഷം ഞാൻ പറഞ്ഞ മുടിയൊക്കെ പാട്ട് നമ്മുടെ കീമോ ചെയ്ത ആളുകളെ പോലെ വളരെ നൈസായി തിന്നായിപ്പോയി. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് കോഴിക്കോടുള്ളൊരു പാലാഴിയുള്ള ഒരു റഹീമാണ് ഇത്തയുടെ ഒരു മരുന്ന് എനിക്ക് അന്ന് അഴകി എന്നോ ഇത്രത്തോളം എത്തുമെന്ന് ചെയ്യാതെ സാധാരണ എണ്ണ കൂട്ടി തന്നു, എനിക്ക് അറിയില്ലായിരുന്നു. ജസ്റ്റ് തേച്ചതിന് ശേഷം എനിക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും ആദ്യത്തെ കോൺഫിഡൻറ്റ് വന്ന് എൻ്റെ മുടി തിരിച്ചു വന്നതോട് കൂടിയിട്ടാണ്. അത് നടക്കാൻ തുടങ്ങിയിട്ടില്ല, അതിനിടയ്ക്ക് എൻ്റെ മുടി തിരിച്ചു വന്നു. എനിക്ക് വലിയ സന്തോഷമായി. അപ്പം എന്തായാലും അഴകിയുടെ ഉമ്മയെ പോയി വീട്ടിൽ പോയി കാണുകയും ചെയ്യുന്നു. ഉമ്മ വീട്ടിൽ വന്നു. എന്നിട്ട് മോനെ അന്ന് 1000 രൂപ മോനെ കയ്യിലെടുത്ത് ഒന്നും മേടിച്ചിട്ടില്ല, ഇതിപ്പോൾ എഴുതുമെന്ന് പറഞ്ഞ് മോൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതെ കാല് ശരിയായിട്ടില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം, പ്രത്യേകിച്ച് അനുവിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവുക എന്ന് പറയുന്നതിൽ വലിയ സന്തോഷം. കാര്യം മലയാള സിനിമയിൽ എന്നൊക്കെ പറഞ്ഞാൽ വരുന്നതിന് മുമ്പായിട്ട് ഫുക്രി എന്ന സിനിമയിൽ എൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ഞാൻ ആദ്യമായി ചെയ്ത സിനിമ ഫുക്രിയാണ്. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഞാനും അനുവും വിഷ്ണുവൊക്കെ ഉള്ളത്. അപ്പം ഇപ്പോഴും ഞങ്ങളുടെ ആ ഗ്രൂപ്പും ഞങ്ങളുടെ ആ സൗഹൃദം ഒരേപോലെ പോകുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അന്ന് അനു എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും അതേപോലെ തന്നെ കാഴ്ചയിലും സ്വഭാവത്തിലും അതേപോലെ തന്നെയാണ്. അപ്പം അനു തന്നെ ഇതിന് തീർച്ചയായും യോഗ്യയായിട്ടുള്ള ആളാണ്. അപ്പം വലിയ സന്തോഷം. താങ്ക് യു.